സോറിയാസിസ് അല്ലേ നമ്മളുടെ സ്കിന്നിൻ്റെ ശരിക്കും സോറിയാസിസ് ഒരു ഇൻഫെക്ഷൻ ആണോ പകർച്ചവ്യാധിയാണോ എന്നൊക്കെ പലതരത്തിലുള്ള ഡൗട്ട്സ് പല ആൾക്കാർക്കും വരാറുണ്ട്. ആക്ച്വലി സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരം തന്നെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുക. അതാണ് നമുക്ക് സിമ്പിൾ വേർഡിൽ പറയാൻ പറ്റുക. ശരീരത്തിനോട് തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു തരം അസുഖമാണ് സോറിയാസിസ്. സോറിയാസിസിൻ്റെ മെയിൻ ലക്ഷണം നമുക്കൊക്കെ അറിയാം. നമ്മുടെ സ്കിന്നിൻ്റെ തിക്നെസ് കൂടുക. ഈ തിക്നെസ് കൂടി ശരിക്കും ഒരു കട്ടിയുള്ള നല്ല കട്ടിയുള്ള ഭാഗമായിട്ട് അത് മാറുക. ചിലപ്പോൾ ഒരു ഷൈനി ലുക്ക് ഉണ്ടാവും. പല തരത്തിൽ അത് പ്രസൻറ്റ് ചെയ്യാം. ചിലപ്പോൾ ചെറിയ സ്പോട്ട്സ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ചെറിയ വട്ടത്തിലെ പാച്ചസ് ആയിരിക്കാം, ചിലപ്പോൾ ഈ എല്ലാ പാച്ചസും കൂടെ ഒരുമിച്ച് കോലൈസ് ചെയ്തിട്ട് വലിയ ലീഷൻസ് ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് കാണും. ചിലർക്ക് പൊതുവേ സോറിയാസിസ് കാണപ്പെടുന്നത് കുറേയേറെ ഫ്ലഷ് ഇല്ലാത്ത ഭാഗങ്ങളിലാണ്. അതായത് നമ്മുടെ കൈമുട്ടിൻ്റെ ഭാഗം, കാൽമുട്ടിൻ്റെ ഭാഗം, എല്ലുകളോട് പ്രോക്സിമിറ്റിയിൽ സ്കിൻ നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് സോറിയാസിസ് ഉണ്ടാവുക. സോറിയാസിസിൻ്റെ കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ടേൺ ഓവർ കൂടുക എന്ന്. അതായത് സാധാരണഗതിയിൽ നമ്മുടെ സ്കിൻ ഒരു ലെയർ ഓഫ് സ്കിൻ വന്നു, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വെയർ ആൻഡ് ടിയർ ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്കിൻ ആ സമയത്ത് തന്നെ ആയിരിക്കും വരിക. ആ ഫോർമേഷൻ നോർമൽ ടൈമിലായിരിക്കും. ഇത് ഓവറായിട്ട് ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ സ്കിൻ ഫോർമേഷൻ ഉണ്ടായിട്ട് അത് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് ഒരു കട്ടിയുള്ള ഒരു പാളി പോലെ ഫോം ചെയ്യാനാണ് സോറിയാസിസിൻ്റെ ആദ്യത്തെ ലക്ഷണം. ഓക്കെ, ചില ആൾക്കാർക്ക് സോറിയാസിസ് സൂപ്പർ ഇൻഫെക്റ്റഡ് ആവാറുണ്ട്. സൂപ്പർ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സോറിയാസിസിൽ ചൊറിച്ചിൽ ഇന്നെവിറ്റബിൾ ആയിട്ട് കാണും. പിന്നെ അല്ലാതെയും ചിലപ്പോൾ സൂപ്പർ ഇൻഫെക്ഷൻ ഇല്ലാതെ പോലും ചിലപ്പോൾ ചൊറിച്ചിലായിരിക്കും സോറിയാസിസിൻ്റെ ആദ്യ ലക്ഷണം. പലർക്കും തലയിലായിരിക്കും വരിക. അപ്പം താരനെയാണ് ഇത് എന്നുള്ള ധാരണയിലായിരിക്കും ആൾക്കാർ മുന്നോട്ട് പോവുക. പക്ഷേ ഇത് പടർന്നു തുടങ്ങുമ്പോഴായിരിക്കും അറിയുക ഇത് താരന എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് അല്ല, മറിച്ച് സോറിയാസിസ് ആണെന്ന്. ഇപ്പോൾ സോറിയാസിസ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് സൈൻസ് ഉണ്ട്. ഹോസ്പിറ്റ് സൈൻസ് എന്ന് പറഞ്ഞൊരു സൈൻ ഉണ്ട്. ആ സൈനിൽ നമ്മൾ ഈ ചൊറിഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും ഈ സ്കിൻ ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പിൻ പോയിന്റിൽ രക്തം നിൽക്കുന്ന പോലത്തെ ഒരു ലുക്ക് വരും. പക്ഷെ അങ്ങനെ ഒരു ലക്ഷണം കണ്ടു എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഇത് സോറിയാസിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നമ്മളിതൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട്, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് സോറിയാസിസ് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുക ചെയ്യേണ്ടത്. പിന്നെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് സോറിയാസിസിന് ചികിത്സ ഇല്ല. ഓക്കെ, സോറിയാസിസിന് ചികിത്സ ഇല്ല എന്ന് പറയാനുള്ള ഒരു കാരണം ഒരിക്കലും ലൈഫ് ലോങ് പൂർണ്ണമായിട്ടും മാറി ഒരു ലൈഫിൽ ഇത് റെക്കർ ചെയ്യില്ല, അതായത് വീണ്ടും വരില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിന് ചികിത്സ ഇല്ല എന്ന് പലരും പരാമർശിക്കുന്നത്. ആക്ച്വലി ഇത് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രമമായ അതിനൊരു ഭക്ഷണക്രമമുണ്ട്, നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം കൂടാതെ ചില സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഈ മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചു പോയാൽ നമുക്ക് ഇത് സാവകാശം മാറ്റിയെടുത്ത് പൂർണ്ണമായിട്ടും നോർമൽ സ്കിന്നിലേക്ക് എത്താൻ പറ്റും. പിന്നീട് അടുത്ത ചോദ്യം വരുന്നത് അപ്പോൾ ജീവിതകാലം മൊത്തം നമ്മൾ ഇതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണോ എന്നുള്ളതാണ്. അങ്ങനെ കഴിക്കണം എന്ന നിർബന്ധമില്ല. പലപ്പോഴും ഇത് പൂർണ്ണമായിട്ടും മാറി നമ്മുടെ നോർമൽ സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചറും ആ ചൊറിച്ചിലില്ലായ്മ നമുക്ക് ആ ലക്ഷണങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസോടുകൂടി ഈ മരുന്ന് വിഡ്രോ ചെയ്യാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജീവിതത്തിൽ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സോ ഏതെങ്കിലും കോംപ്രമൈസ് ഇമ്മ്യൂൺ കോംപ്രമൈസിൻ്റെ ഒരു കണ്ടീഷൻസോ ആങ്സൈറ്റീസ് പോലത്തെ കണ്ടീഷൻസോ ഒക്കെ വന്നു ചേർന്നാൽ ഇത് ഫ്ലെയർ അപ്പ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ബിക്കോസ് സോറിയാസിസ് ഒരിക്കലും ഒരു ഫിസിക്കൽ ലെവലിൽ വരുന്ന അസുഖമല്ല, മറിച്ച് അതൊരു സൈക്കോസൊമാറ്റിക്, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും കൂടെ ചേരുന്നതാണ് സൈക്കോസൊമാറ്റിക് കോസ് എന്ന് പറയുമ്പോൾ. അത്തരത്തിലുള്ളൊരു കോസിൽ നിന്നുണ്ടാവുന്ന അസുഖമാണ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ നമുക്ക് സോറിയാറ്റിക് ലീഷൻസ്, പലതരം സോറിയാറ്റിക് ലീഷൻസിന് പല റേഞ്ചിലുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് സോറിയാസിസ് ആണെന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ഏതെങ്കിലും നല്ലൊരു ഹോമിയോ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് കുറച്ച് ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. പറഞ്ഞല്ലോ ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെക്കറൻസ് തീരെ കുറച്ചിട്ട്, റേറ്റ് ഓഫ് റെക്കറൻസ് കുറച്ച് ഒരു ലോങ് ടൈം റിലീഫ് കിട്ടാനുള്ള ചാൻസസ് ഉള്ളതാണ്.